എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് ഞാൻ റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മാവ് നന്നായിട്ട് അരിച്ച് തന്നെ എടുക്കണം, കട്ട ഉണ്ടാവാനേ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഒടുവിലും തന്നേക്കാം. 2.5 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 2 ടേബിൾ സ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറും കൂടി ഇടുകയാണ്. അപ്പോൾ അതും ഒന്ന് സിഫ്റ്റ് ചെയ്ത് വേണം ഇടാൻ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോൾട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ വെക്കണം. അപ്പോൾ ഞാൻ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തു. ഫോസ്റ്റർ ക്ലാർക്സിൻ്റെ റെഡാണ് യൂസ് ചെയ്യുന്നത്. ഈ റെഡ് കളറ് ചിലർക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നോക്കിയും കണ്ടും വേണം കഴിക്കാനായിട്ട്. സാധാരണ ഞാൻ കളർ ഫുഡിനകത്ത് യൂസ് ചെയ്യാറില്ല, പക്ഷെങ്കിൽ ഈ റെഡ് വെൽവെറ്റിന് വേറെ യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. 1 കപ്പ് ബട്ടർ മിൽക്കാണ്, അല്ലെങ്കിൽ തൈര് നമ്മൾ കലക്കി മോര് പോലെ ആക്കിയത്, വലിയ പുളിയില്ലാത്തത്. അപ്പോൾ അതിനകത്തേക്കാണ് ഈ കളർ ഒഴിക്കുന്നത്. ചെയ്ത് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി ബട്ടറും ഷുഗറും എല്ലാം കൂടെ അടിച്ചെടുക്കാം. ചേർക്കുന്ന എല്ലാ സാധനവും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. പണ്ട് എനിക്കൊരു പറ്റിയതാണ്, നേരത്തെ എടുത്തിട്ട് ബാക്കി. അപ്പോൾ ഞാനത് ഫ്രിഡ്ജ് വെച്ചിരുന്ന ഫ്ലവർ എടുത്ത് നേരെ അങ്ങ് മിക്സ് ചെയ്തു. എന്തു പറയാനാ, മാവ് പൊങ്ങിയില്ല, കേക്ക് ചീറ്റിപ്പോയി. അതിലേക്ക് ഷുഗർ ഇട്ടിട്ട് ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് നമുക്ക് ചേർക്കേണ്ടത്. അത് ഓരോന്നായിട്ട് അടിച്ച് ചേർക്കാം. മുട്ടയൊക്കെ എപ്പോഴും കഴുകിയേച്ച് മാത്രമേ അത് പൊട്ടിക്കാവൂ. ചേർക്കാം. വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ച് അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ ഉണ്ടല്ലോ, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു 1/3 ഇടാം. പിന്നെ കളറിൻ്റെ പകുതി ഒഴിക്കണം. പിന്നെ മാവിൻ്റെ 1/3 ഇടണം. പിന്നെ ബാക്കി കളറും കൂടെ അങ്ങ് ഒഴിക്കണം. പിന്നെ 1/3 പൊടി ഇടണം. അപ്പം അങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ഈ കളറിൻ്റെ പകുതി നമുക്ക് ഒഴിക്കാം. സ്ലോ സ്പീഡ് ചെയ്യണേ, ദേഹത്ത് തെറിക്കാതെ. എന്നിട്ട് ഇനി അടുത്ത സെറ്റ് പൊടി ഇടണം. അങ്ങനെ കംപ്ലീറ്റ് അങ്ങ് ഇടണം. എന്നിട്ട് നന്നായിട്ട് ചേർക്കണം അത്. ഇനി ലാസ്റ്റ് പൊടിയും കൂടെ അങ്ങിടാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണിത്. ഈ ബേക്കിംഗ് സോഡയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഡിസ്റ്റിൽഡ് വിനെഗർ, ഞാൻ ആപ്പിൾ സൈഡർ വിനെഗറാണ് യൂസ് ചെയ്യുന്നത്. പതഞ്ഞ് പൊങ്ങും. അത് പെട്ടെന്ന് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കണം. കണ്ടോ, പതഞ്ഞ് പോകുന്നതുണ്ടോ? ഇളക്കണം. ലോ സ്പീഡിലിട്ടൊന്ന് ഇത് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡിയാണ്. ഞാൻ ഓവൻ കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മോൾഡിനകത്ത് ഞാൻ നന്നായിട്ട് ബട്ടർ പുരട്ടി. പിന്നെ ഇത് മാവ് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ച് നമുക്ക് വയ്ക്കാം. തട്ടി അതിൻ്റെ എയർ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ. എന്നിട്ട് നമുക്കിത് മിഡിൽ റാക്കിലോട്ട് വെക്കുന്നതായിരിക്കും സേഫ്. അപ്പോൾ ഇത് 35 മിനിറ്റ്സ് ആയിട്ട് വെച്ചിരുന്നതാണ്. ഇങ്ങനെ സൈഡെല്ലാം ഓൾറെഡി ഡിറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്ക്യൂർ ഇട്ട് ഒന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. അതിങ്ങനെ ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കറക്റ്റാണ്. ഇനി ഇത് കൂളാവട്ടെ. സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഈ പാർച്ച്മെൻറ്റ് പേപ്പറിനകത്ത് ഒന്ന് കവർ ചെയ്ത് വെക്കാൻ പോവാം. അപ്പോൾ ഞാൻ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്ത അളവനുസരിച്ച് ഏകദേശം ഒരു 450 ഗ്രാം ചീസ് വേണം. ഏത് ചീസാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഇത് ഞാനിപ്പം പക്കിൻ്റെയാണ് ക്രീം ചീസ് ഉപയോഗിക്കുന്നത്. ഇത് ആദ്യമേ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. 1 ടീസ്പൂൺ വാനില ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര അരിപ്പ കൊണ്ടൊന്ന് ഇടഞ്ഞിട്ട് ഇടാവും. 3 മിനിറ്റ് 4 മിനിറ്റ് നന്നായിട്ട് യോജിപ്പിക്കണേ. സ്പീഡ് കൂട്ടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വിപ്പിംഗ് ക്രീം ഒഴിക്കണം. വിപ്പിംഗ് ക്രീം തണുത്തത് വേണം ഒഴിക്കാൻ. ഫ്രോസ്റ്റിനുള്ളത് റെഡി ആയിട്ടുണ്ട്. കേക്ക് നമുക്കിനി ഫ്രോസ്റ്റ് ചെയ്യാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തായതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ഹാർഡായിട്ട് ഫേമായിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ അണീവനായിട്ടിരിക്കുന്ന കുറച്ച് ഭാഗം നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒടുവിൽ. അപ്പോൾ ഇത് ലെയറാക്കാനായിട്ട് ഞാൻ ഐഡിയ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു ഹാഫ് വേ ത്രൂ ഒന്ന് വട്ടത്തിലൊന്ന് വരഞ്ഞ് നല്ല കട്ടിയുള്ളൊരു നൂല് ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തതിനകത്തൂടെ നൂലിടണമേ. അത് കഴിഞ്ഞ ശേഷം ഇവിടെ വന്നിട്ട് നൂലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കെട്ടുന്ന പോലെ മുറുക്കി കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്ത് കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ നല്ല കട്ടിയുള്ള നൂലില്ല, അല്ല ഞാൻ കാണിക്കാമായിരുന്നു. ഇനി ഒരവസരത്തിൽ കാണിക്കാം. ഇത്രയും പെർഫെക്ഷനൊക്കെ മതി. ഇതിൻ്റെ ഈ ക്രീമി ചീസ് ഉണ്ടല്ലോ, ആ ഫ്രോസ്റ്റാണ് ഇതിന് ശരിക്കും ആ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിൽ നമുക്ക് അടുത്ത ലെയർ വയ്ക്കാം.
ഈ റൊട്ടേറ്റിംഗ് ടേബിൾ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. എന്തെങ്കിലും നമ്മുടെ ഈ ചട്ടിയൊക്കെ വെക്കുന്നൊരു ഒരു സ്റ്റാൻഡില്ലേ, ആ സ്റ്റാൻഡ് നമ്മുടെ ചപ്പാത്തി പലക അങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് കറക്കിയാൽ മതി. മുമ്പേ കുറച്ച് ഭാഗം എടുത്ത് വെച്ച് അത് ഞാൻ എന്താ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനോധർമ്മം പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഈ ചെറിയ നൈഫ് കൊണ്ട് തന്നെ നമുക്ക് മെല്ലെ മെല്ലെ അതിലോട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. തൊടുവില്ല, എക്സ്ട്രാ ഇങ്ങനെ കറക്കി കറക്കി എക്സ്ട്രാ ഉള്ള അതൊക്കെ അങ്ങ് എടുത്ത് കളയണേ, വൃത്തിയാക്കി കൊടുത്താൽ മതി. റെഡ് വെൽവെറ്റ് കേക്ക് റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.